വണ്ടിക്കകത്തിരുന്ന് ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യായിരുന്നു. അതുകൊണ്ട് കുറച്ച് കൗമുദിയാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒന്ന് ഞാൻ കുറച്ച് പച്ച മലയാളമൊക്കെ പറയാം, അച്ചടി ഭാഷയൊക്കെ. അങ്ങനെ കുറച്ച് ഈ സിനിമയുടെ പോസ്റ്റർ നിങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇപ്പം നിലവിലെ മലയാള സിനിമ, ഇപ്പം അടുത്ത് വന്ന മലയാള സിനിമകളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റ് പ്രസൻസ് ഉള്ള ഒരു സിനിമയാണ്. ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ ഈ പടത്തിൽ ഉണ്ണിമോദന നായകൻ. അത് ഞാനും ചോദിച്ചാ ഞാൻ നോക്കി ഉണ്ണിയാണോ? ഒരു അമ്പലത്തിൽ നിന്ന് മറ്റേ കിണ്ടിയും ഇലയൊക്കെ ആയിട്ട് വരുന്ന ഇടയ്ക്ക് എന്തൊക്കെയോ പൂജാ സാധനങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ഇനിയും എന്നൊരു മൂവി എന്ന് പറയുന്നത് എന്റെ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്, പെർഫോം ചെയ്യാനായിട്ട് കിട്ടിയത് ഇനിയും സിനിമയില്ല. സിനിമയിലേക്ക് വരുവാന്ന് പറഞ്ഞപ്പോ ഏറ്റവും ആദ്യം തന്നൊരു അഡ്വൈസ് എന്തായിരുന്നു? അല്ല, ചേട്ടൻ സന്തോഷമുള്ള കാര്യം. ഇപ്പൊ ചാനലില് കുറെ ചാനലുകളിൽ കോമ്പറ്റീഷൻ ഒക്കെ ചെയ്യുന്നതാണ്. മുമ്പ് ആൽബം ചെയ്തിട്ടുണ്ടോ? ഞാൻ 2 ആൽബം ചെയ്തിട്ടുണ്ട്. ഒന്ന് രാജേഷ് ചേർത്തല അദ്ദേഹത്തിന്റെ ഓരമഹ എന്ന് പറഞ്ഞ ഒരു ആൽബം, അതുപോലെ ഓണത്തിന്റെ ഒരു കുമ്മാട്ടി എന്ന ആൽബം ചെയ്തിട്ടുണ്ട്. ഹലോ എവരി വൺ, ഇനിയും സിനിമയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ ടീം നമ്മുടെ കൂടെ ഉണ്ട്. ഹലോ ഹലോ. ഇനിയുമാണ് നമ്മുടെ പുതിയ വിശേഷം. ഓക്കെ, എന്താണ് ഫാമിലി ഡ്രാമ ആണല്ലോ അല്ലെ? ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ഒരു ഫീൽ ആയി കിട്ടിയത്. എന്തൊക്കെയാണ് സിനിമയുടെ വിശേഷങ്ങൾ? ഇനിയും എന്ന സിനിമ ട്രെയിലർ കണ്ടു അല്ലെ? ട്രെയിലർ കണ്ടപ്പോൾ താങ്കൾക്ക് അതൊരു ഫാമിലി ഡ്രാമ എന്ന് മനസ്സിലായി. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പൊ അതാ പറഞ്ഞത്, ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നതാണ്. അപ്പൊ നമ്മള് പബ്ലിക്കിന്, അത് ഓഡിയൻസിന് ആ സിനിമയെ പറ്റിയ ഒരു ഐഡിയ എന്താണെന്നുള്ളതാണ് നമ്മൾ ട്രെയിലർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്നാൽ മുഴുവൻ കഥയിൽ നമുക്ക് പറയാനും പറ്റില്ല. ഈ സിനിമ ഒരു കുടുംബ പ്രേക്ഷകരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഒരു വലിയൊരു സിനിമയാണ്. അപ്പൊ ആ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകത എന്താന്ന് പറയുന്നത് വെച്ചാൽ മുഴുവൻ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഈ സിനിമയുടെ പോസ്റ്റർ നിങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇപ്പം നിലവിലെ മലയാള സിനിമ, ഇപ്പം അടുത്ത് വന്ന മലയാള സിനിമകളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റ് പ്രസൻസ് ഉള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഓരോ ആളുകൾക്കും അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള അത്രയും നല്ലൊരു സിനിമ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ സിനിമ നമ്മുടെ പ്രൊഡ്യൂസർ ശ്രീ സുധീർ CB ആണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. അദ്ദേഹം തന്നെയാണ് കഥ, തിരക്കഥ, സംഭാഷണമൊക്കെ ചെയ്തത്. കാരണം ആളുടെ ജീവിതത്തിലെ ചില ഓർമ്മക്കുറിപ്പുകൾ ഒരു സിനിമ ആക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആൾ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് ഫൈൻ ട്യൂൺ ചെയ്തിട്ട് ഒരു സിനിമയാക്കി. ജീവിയാണ് ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത്. ഒട്ടനവധി ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ തിയേറ്ററിൽ ചെന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം, എന്നാണ് അത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതിന്റെ കമന്റ്സ് ഒക്കെ വായിച്ചായിരുന്നു ട്രെയിലറിന്റെ? കമന്റ്സ് മുഴുവൻ വായിച്ചില്ല, ചിലതൊക്കെ ഉണ്ണിമുഖം തന്നെ കട്ടുണ്ടെന്നുള്ളത് കണ്ടായിരുന്നു. ഞാൻ കണ്ടിരുന്നു. അത് അതിന് മുമ്പ് ആളുകൾ പറഞ്ഞിട്ടുണ്ടോ? അതൊരു പക്ഷെ നമ്മളെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മുടി വളർത്തിയ സമയത്ത് ചിലപ്പോൾ അങ്ങനെ ആളുകൾക്ക് തോന്നുന്നതായിരിക്കും. ആ ബസ്സിന് ഇറങ്ങുന്ന ഒരു ഷോട്ടില്ലേ, അതൊക്കെ കണ്ട് പെട്ടെന്ന് നമ്മള് ഒന്നുകൂടെ സൂം ചെയ്ത് നോക്കുമ്പോഴാണ് അയ്യോ ആളല്ലല്ലോ. അതെന്താ വെച്ചാൽ അത് അങ്ങനത്തെ ഒരാളെ നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞ നമുക്ക് വലിയൊരു സന്തോഷമാണ്. വലിയ നല്ലൊരു പേഴ്സണാലിറ്റി ആണല്ലോ അദ്ദേഹം. അപ്പം നമ്മൾ സിനിമയുടെ ഭാഗമായിട്ടാണ് മുടി വളർത്തി. അപ്പോൾ സിനിമ കഴിഞ്ഞപ്പോൾ നമ്മൾ മുടി കട്ട് ചെയ്യുകയും ചെയ്തു. അപ്പം സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ നമ്മുടെ ഒരു ഐഡന്റിറ്റി, കാരണം അദ്ദേഹത്തിന് ഒരിക്കലും നമ്മളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ അദ്ദേഹമൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് മുമ്പേ ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ള ആളുകളാണ്. അപ്പിയറൻസ് ആയാലും ശരി ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ആളുകൾ അങ്ങനെ പറയുന്നത് എന്താ, റിയൽ ലൈഫിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ അത് മുടി വളർത്തുന്ന സമയത്താണ് കൂടുതൽ. അപ്പൊ അത് സ്വാഭാവികമായിട്ട് ഇപ്പൊ ഒരു മുടിയും ഒരു ബിയേർഡൊക്കെ ഉള്ള ആളെ കണ്ടാൽ ചിലപ്പോൾ എല്ലാവർക്കും, ഇപ്പൊ ഒരുപാട് ആളുകളെ അങ്ങനെ തോന്നുന്നു അങ്ങനെ ആയിരിക്കാം. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ നമുക്കതിലിപ്പോ ഒന്നും അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മള് നമ്മുടെ സ്വന്തം ഐഡന്റിറ്റിയിൽ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഈ മേഖലയല്ല, ഏത് മേഖലയാണെങ്കിൽ പോലും നമ്മുടെ സ്വന്തം ഐഡന്റിറ്റിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷെ വലിയ സന്തോഷമാണ് അങ്ങനെ ഒരു വലിയൊരു മനുഷ്യനെ വെച്ച് നമ്മളെ കമ്പാരിസൺ ഒക്കെ ആൾക്കാർ ചെയ്യാറ്. പക്ഷെ അത് അദ്ദേഹത്തിന് ചിലപ്പോൾ മോശമാവുക. അങ്ങനെ ആശ ചേച്ചി നല്ല ഒരുങ്ങി ഈ സീരിയലിലൊക്കെ നമ്മളെ കാണുന്ന അമ്മമാരില്ലേ, അതുപോലെ ഇരിക്കുന്നു ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു കോസ്റ്റ്യൂം തന്നെ മേടിക്കാമെന്ന് തീരുമാനിച്ചു വന്നതാണ്? അങ്ങനെയല്ല, ഒരു അമ്മവേഷമാണ് നോർമലി ചെയ്യുന്നത്, എപ്പോഴും ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു ഇതിലും അമ്മവേഷമാണല്ലോ ചെയ്തിരിക്കുന്നത്. നായകന്റെ അമ്മയായിട്ടാണ്, അഷ്കറിന്റെ അമ്മയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അമ്മ ലുക്കാണ് എപ്പോഴും. അപ്പൊ അങ്ങനെ തന്നെ മതി എന്ന് തീരുമാനിച്ചു. ഓക്കെ, സാരിയെ കൂടുതൽ ഇഷ്ടം. എങ്ങനെയുള്ള ഒരു അമ്മ? നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന ഒരു അമ്മയാണോ, കുറച്ച് ഇപ്പുള്ള ഒരു തഗ് അമ്മയാണോ, എങ്ങനാ? റിയൽ ലൈഫിലോ? അല്ല, റിയൽ ലൈഫിലും സിനിമയിലും. റിയൽ ലൈഫിൽ അങ്ങനെയല്ല, അത്യാവശ്യം മോഡേൺ അമ്മയാണ് ഞാൻ. പിന്നെ ഇതിനകത്ത് ഇനിയുമില്ല
ഒരു ശരിക്കും പറഞ്ഞ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു തറവാട്ടിലെ ഒരു അമ്മയായിട്ടാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. മാനുവിന്റെ അമ്മയായിട്ടാണ്, അഷ്കറിന്റെ ഇവര് സഹോദരങ്ങളാണ്, അമ്മയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ സുധീർ സാറിന്റെ മകനാണ് ഇതിനകത്ത് അഷ്കറിന്റെ ചെറുപ്പം ചെയ്തിരിക്കുന്നത്. അപ്പം അവനുമായിട്ട് അഷ്കറുമായിട്ട് കോമ്പിനേഷൻ ലാസ്റ്റേ വരുന്നുള്ളൂ. അതിന് മുന്നേ മോനുമായിട്ടായിരുന്നു കൂടുതൽ. അപ്പൊ എന്റെ മോനും ഏകദേശം അതേ പ്രായമാണ്. അപ്പം എനിക്കത് ഭയങ്കര ഓരോ സീൻസ് ചെയ്യുമ്പോഴും ഭയങ്കര ഫീൽ ചെയ്തിട്ട് ആണ് ചെയ്യുന്നത്. കാരണം കുറെ ഷൂട്ടിങ്ങിന് വേണ്ടി ഒത്തിരി നാള് കൂടുതൽ സമയം നമ്മൾ തൃശ്ശൂർ തന്നെയായിരുന്നു. അപ്പൊ മോൻ ഒരുപാട് മിസ് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞ ആ മിസ്സിങ് എനിക്ക് അവിടെ ഫീൽ ചെയ്ത് രാജ്യത്തെ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു. അത് മകൻ എന്നുള്ളതായിരുന്നു. പിന്നെ ദേവൻ ചേട്ടനെ പോലുള്ള ഒരു സീനിയർ ആർട്ടിസ്റ്റിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഞങ്ങള് കന്യാദാനം എന്ന് പറഞ്ഞ സീരിയല് ഒരുമിച്ച് അഭിനയിക്കുന്നുണ്ട്. പക്ഷെ അധികം കോമ്പിനേഷൻ വരാറില്ല. പക്ഷെ ഇതിനകത്ത് ത്രൂ ഔട്ട് അങ്ങനെ വന്നപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി. കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നു. ഡേറ്റ് ഒക്കെ കിട്ടിയായിരുന്നു ഇവിടെ വന്ന് ചെയ്യാനായിട്ട്? അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ അതിലൊക്കെ ഒത്തിരി എന്താ സുധീർ സാറായാലും ജീവൻ സാറായാലും നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ ആയിരുന്നാലും ഒത്തിരി സഹായിച്ചു നമ്മുടെ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാനൊക്കെ ഒത്തിരി സഹായിച്ചായിരുന്നു. പിന്നെ ഇവരെ പോലെ നല്ല ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് വലിയ, ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 18ഓളം സിനിമ ചെയ്തിട്ടുണ്ട്. ഇതെന്റെ 19ാമത്തെ സിനിമയാണ്. മറ്റുള്ള സിനിമകളിൽ എനിക്ക് അത്ര പ്രാധാന്യമുള്ള വേഷങ്ങളൊന്നും അല്ല കിട്ടിയത്, എങ്കിലും ചെയ്യാൻ വേണ്ടി ചെയ്തു. പക്ഷെ ഇനിയും എന്നൊരു മൂവി എന്ന് പറയുന്നത് എന്റെ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്, പെർഫോം ചെയ്യാനായിട്ട് കിട്ടിയത് ഇനിയും സിനിമയില്ല. ഓക്കെ, ഈ സിനിമ കഴിയുമ്പോഴത്തേക്ക് ഇനി ഇതുപോലെ ധാരാളം റോൾസ് വരുമെന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ? അങ്ങനെ ഭാഗ്യമാണ്, അത് ദൈവത്തിന്റെ കയ്യിലാണ്. അതൊക്കെ വന്നാൽ സന്തോഷം. ബിജു ചേട്ടൻ ഇങ്ങനെ കുറച്ച് കാവാണ്. ബിജു ചേട്ടനെ നമ്മൾ കണ്ടേക്കുന്നത് ഭയങ്കര വൈബ്രന്റ് ആയി. അതെപ്പോഴും നമ്മൾ വീട്ടിൽ രണ്ട് പിള്ളേരുണ്ടെങ്കിൽ ഒരാള് ഭയങ്കര ഓവറായിരിക്കും, ഒരാൾ കുറച്ച് സൈലന്റ് ആയിരിക്കും. സൈലന്റ് ആയിട്ടുള്ള ഒരാളാണ്. അല്ല, ചേട്ടനും അങ്ങനെ തന്നെ, എല്ലാവരും അങ്ങനെ തന്നെ മൊത്തത്തിൽ സൈലന്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ചേട്ടന് ഇത്തിരി കൂടി ഫെമിലിയർ പുള്ളിക്ക് അതിൻ്റെതായിട്ടുള്ളൊരിത് കാണിക്കണമല്ലോ. അതിന്റെ പേരിൽ പിന്നെ ഞാനൊന്ന് ആയി വരണുള്ളൂ, അപ്പൊ ഞാൻ ഇത്തിരി താന്നിരിക്കണമല്ലോ. അപ്പൊ അങ്ങനെ അല്ലാതെ വേറെ കുഴപ്പമൊന്നും. ഓക്കെ, നമ്മളൊരു 4-5 സിനിമ കഴിയുമ്പോഴേക്ക് ഇന്റർവ്യൂ കൂടെ സെറ്റ് ആക്കാമല്ലേ? 4-5 സിനിമ ഇത്തിരി കൂടി ഞാനിത്തിരി സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതിന് വരുന്ന സമയത്ത് ചേട്ടനോട് സംസാരിച്ചായിരുന്നു? സിനിമയിലോട്ട് വരുന്ന സമയത്ത് ചേട്ടന് ഇതിന്റെ എഫ്ബിയിലും എല്ലാം ഇട്ട് നമുക്ക് നല്ല സപ്പോർട്ടാണ് ചേട്ടൻ. നമ്മളെ വളർന്നു വന്നതുകൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണം, അത് അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറയണതിൽ നമുക്ക് നല്ല സപ്പോർട്ടാണ് ചേട്ടൻ. അഡ്വൈസ് ഒക്കെ തരാറുണ്ടോ? തീർച്ചയായിട്ടും. സിനിമയിലേക്ക് വരുവാന്ന് പറഞ്ഞപ്പോ ഏറ്റവും നല്ലൊരു അഡ്വൈസ് എന്തായിരുന്നു? അല്ല, ചേട്ടൻ സന്തോഷമുള്ള കാര്യം. ഇപ്പൊ ചാനലില് കുറെ ചാനലുകളിൽ കോമഡി ഷോ ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ ആദ്യമേ തന്നെ ചേട്ടനാണ് എന്നെ കൈരളി ചാനൽ പറഞ്ഞോണ്ട് കുഴപ്പമില്ലല്ലോ. കൈരളി ചാനലില് ഒരു കോമഡി ഷോയില് ചേട്ടനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ അന്ന് ചേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട, ഞാനപ്പോ ഇത്തിരി സാമട്ടില് നടക്കുകയായിരുന്നു വർക്കും കാര്യം. ഇപ്പൊ ഞാനിപ്പോ നിങ്ങളുടെ നാട്ടിൽ തന്നെ ഷൊർണൂർ തന്നെ 15 കൊല്ലത്തോളം ഉണ്ടായിരുന്നതാ. വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യാൻ സ്വന്തമായിട്ട് വീടിന്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെ, അപ്പൊ അങ്ങനെ വലിയ കോൺട്രാക്ടർ ഒന്നല്ല, എന്റെ തരക്കാരായിട്ടുള്ള കുറച്ച് പിള്ളേരെ വെച്ചിട്ട് ചെറിയ വീടുകളുടെ ഒക്കെ വർക്കുകൾ ഞാൻ എടുത്ത് ചെയ്തിരുന്നതാണ്. അപ്പൊ അത് നമ്മൾ ഏറ്റെടുത്ത വർക്കായ കാരണം ഇതിന് വരുമ്പോ അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ ഒഴിഞ്ഞു മാറി കിടന്നപ്പോ ചേട്ടനാണ് പറഞ്ഞത്, എന്നെ കണ്ണാന്നാ വിളിക്കണത്, കണ്ണാ ഇന്നിപ്പോ നിന്നെ എവിടെയെങ്കിലും എത്തിച്ചേരാനായിട്ട് ഞാനുണ്ട്, അപ്പൊ നീ അത് ചെയ്താ നിനക്ക് ഗുണം ചെയ്യുന്ന പറഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ ചാനലിൽ വന്ന് ഷോ ചെയ്ത് പിന്നെ അവിടെ നിന്ന് ഓരോരുത്തർ കണ്ട് ഇപ്പൊ ഓരോക്കെ ചാനലുകളിൽ ഇപ്പൊ കൺസ്ട്രക്ഷൻ വർക്ക് ഇല്ല. ഇപ്പോഴും ഒരാഴ്ച കാപ്പിട്ടേ ഞാൻ പോകും. പഠിച്ച പണിയല്ലേ സിനിമ ചാനലിൽ പോകാൻ കാണിച്ചെന്ന് പറഞ്ഞു നമ്മള് പാന്റും കോട്ടും ഇട്ട് കിടന്ന് എന്റെ കുടുംബമായിരുന്നു. അല്ല, സിനിമ നമുക്ക് വിശ്വസിച്ചിരിക്കാനും പറ്റൂലല്ലോ അല്ലെ, കറക്റ്റ് ആയിട്ട് ഒരു ഇൻകം എപ്പോഴും വന്നോളണമെന്നില്ലല്ലോ. അത് നമുക്കൊരു തലവര അല്ലെങ്കിൽ എറിയാൻ തരുന്നൊരു വടി ആ സമയത്ത് നമ്മൾ എറിഞ്ഞു കൊള്ളിക്കാം, അത്രേ ഉള്ളൂ. കിട്ടിയ അവസരം നമ്മൾ യൂസ് ചെയ്യാം. ഭദ്രയുടെ ഫസ്റ്റ് മൂവിയാണ്, ഓഡിഷൻ വഴിയാണോ, എങ്ങനെയായിരുന്നു? അല്ല, എന്നെ ഒരു ആൽബത്തിലുള്ള ഒരു ചേട്ടനാണ് ഈ ഒരു സിനിമയിലേക്ക് പ്രൊഡ്യൂസർ. ആൽബം ചെയ്തിട്ടുണ്ടോ? ഞാൻ 2 ആൽബം ചെയ്തിട്ടുണ്ട്. ഒന്ന് രാജേഷ് ചേർത്തല, അദ്ദേഹത്തിന്റെ ഓരമഹ എന്ന് പറഞ്ഞ ഒരു ആൽബം, അതുപോലെ ഓണത്തിന്റെ ഒരു കുമ്മാട്ടി എന്ന ആൽബം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു കുമ്മാട്ടി എന്ന ആൽബത്തിൽ ഞാൻ ചെയ്യുമ്പോഴാണ് അതിലൊരു ചേട്ടൻ, ജിജു ചേട്ടൻ, എന്നെ പ്രൊഡ്യൂസർ സുധീർ സാറിനും അതുപോലെ ഡയറക്ടർ ജീവ സാറിനും ഫോട്ടോസ് അയച്ചു കൊടുത്ത് അങ്ങനെ അവർ സെലക്ട് ചെയ്യാം. ഷൂട്ടിന് വരുമ്പോ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു? കാരണം തീർച്ചയായിട്ടും സ്റ്റാർട്ടിങ് സ്റ്റാർ കാസ്റ്റ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നോ?
അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു അമ്പലവാസി പെൺകുട്ടി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഷൂട്ട് ലൊക്കേഷനൊക്കെ വരുന്നത്. അതിനകത്ത് കുറച്ചുകൂടെ ഡള്ളാക്കിയായിരുന്നു. അന്ന് കുറച്ചും കൂടി ഡള്ളായിരുന്നു. ഓക്കെ, ഞാൻ വിചാരിച്ചു അതിനകത്ത് അങ്ങനെ നമ്മൾ കുറച്ചുകൂടി ഡള്ളാവാൻ വേണ്ടിയിട്ട് മേക്കപ്പ് ഇടൂലേ, അങ്ങനെയാന്ന് വിചാരിച്ചു. അല്ല, അങ്ങനെയല്ല. അന്ന് ഇതിപ്പോ ഒരു 3 years ബാക്ക് ആയിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് അന്ന് ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഷൂട്ട് കഴിഞ്ഞിട്ട് കുറച്ച് മുൻപ്. ഓക്കെ ഓക്കെ. അപ്പൊ അതുകൊണ്ട് അന്ന് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നോർമലി ഈ ഒരു മൂവിയിലേക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് നല്ല ടെൻഷനൊക്കെ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്ന കുറഞ്ഞു. അങ്ങനെയൊക്കെയുള്ളൊരു സീനും ടെൻഷനും ഓവർ ടെൻഷൻ സ്കിന്നും ബോഡിയും ഒക്കെ നോക്കേണ്ട സമയത്ത് ഇവിടെ ഓപ്പോസിറ്റ് നല്ല ടെൻഷനായിരുന്നു. പിന്നെ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് സീൻ ഓർമ്മയുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഓർമ്മയുണ്ട്. അമ്പലത്തിന്റെ ഇത് നടക്കുന്നത്, ഷൂട്ട് നടന്നത് വാഗ കാർത്തിയാനി ക്ഷേത്രത്തിലായിരുന്നു. അത് എന്റെ വീടിന്റെ തൊട്ട് അടുത്തുള്ള ഒരു അമ്പലം തന്നെയാണ്. അതെ. ഇളവള്ളി എന്നൊരു കൊച്ചു ഗ്രാമമാണ്. അവിടെ തൊട്ടടുത്ത് തന്നെയാണ് വാഗ കാർത്തിയാനി ക്ഷേത്രം. അവിടെ തന്നെയാണ് ഈ ഭാനുവിന്റെ ക്യാരക്ടറിന്റെ വീടും തന്നെ. ലൊക്കേഷൻ വരുന്നത് അവിടെ തന്നെയാണ്. അപ്പോൾ വലിയൊരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത് ആ ഒരു നമ്മുടെ നാട്ടിൽ തന്നെ ഷൂട്ട് നടക്കുന്നത് കൊണ്ട്. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ അമ്പലത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ടുള്ളൊരു ഇതായിരുന്നു. അപ്പൊ ഷോട്ടായിരുന്നു ഫസ്റ്റ് ഷോട്ട്. തൃശ്ശൂരനെ ആയതുകൊണ്ട് വൈകുന്നേരം വീട്ടിൽ പോവാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും മാറി നിൽക്കേണ്ടി വന്നിട്ടില്ല. പണി കിട്ടിയത് അല്ലേ? നടന്നു പോയാൽ മതി. ഒരു 10 മിനിറ്റ് അത്ര തന്നെയുള്ളൂ. നടക്കാവുന്നതല്ല, പക്ഷെ നമ്മള് പിന്നെ സോങ്ങിന് വേണ്ടിയിട്ടാണ് പാലക്കാട് കൊല്ലങ്കോട് പൊള്ളാച്ചിയൊക്കെ പോയത്. തമിഴ് സോങ്ങിന് വേണ്ടി, അതിനു വേണ്ടി മാത്രമായിട്ടാണ് എനിക്ക് പുറത്തു പോകേണ്ടി വന്നിട്ടുള്ളൂ. നമ്മൾ 3 വർഷം ആയിട്ടില്ല. 3 വർഷം മുമ്പേ ഈ കാസ്റ്റിംഗ് പരിപാടികളൊക്കെ തുടങ്ങിയത്. ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞ് ഏതാണ്ട് അപ്രോക്സിമേറ്റ്ലി ഒരു 4 മാസം ആവുന്നുള്ളൂ. അതൊന്ന് അന്ന് തന്നെ സെലക്ട് ചെയ്തത് ആ ഒരു ടൈമിലാണ്. സമയത്തൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ ഷൂട്ട് തുടങ്ങാൻ കുറച്ച് ഡിലേ വന്നു. ലൊക്കേഷൻസും കുറെ കാര്യങ്ങൾ കോർഡിനേഷൻ ഒക്കെ ചെയ്യേണ്ടതുണ്ടല്ലോ. അതിന്റെ ഒരു ഡിലേ വന്നു. അപ്പം ഇത് കഴിഞ്ഞു പോയതുകൊണ്ട് അപ്രോക്സിമേറ്റ്ലി 4 months ഒക്കെ ആവും ഡേറ്റ് കിട്ടാനും എല്ലാത്തിനും പ്രശ്നം. അല്ല, അപ്പൊ 3 years മുമ്പ് നമ്മളെയൊക്കെ വിളിച്ച് നമ്മുടെ ഡേറ്റ് ഒക്കെ എല്ലാം പറഞ്ഞു. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ പുതിയ ഫേസസ് ആയതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, അപ്പൊ എല്ലാവരുടെയും ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത് എന്താ ഇത് സംഭവിക്കില്ല, ഇല്ല, ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടേ വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഇതില് അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ അവരുടെ ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു. ഈ ജിജു ചേട്ടനൊക്കെ ഫ്രണ്ടാണ് എന്നെ കണ്ടിട്ടുള്ളത്. അപ്പൊ അന്ന് ആ ഒരു ആൽബത്തിന് കണ്ടപ്പോ ഇങ്ങനെ ഇവര് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സിനിമയിലേക്ക് എന്നുള്ള രീതിയിൽ. അപ്പൊ ആ സമയത്ത് അവര് എന്റെ അടുത്ത് ഓക്കെ ആണോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നുണ്ട് എന്ന രീതിയിലാണ് എന്റെ അടുത്ത് ചോദിച്ചത്. അല്ല, നമ്മളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറെ നാള് പിന്നെ ഇതിന്റെ ഒന്നും അപ്ഡേഷൻസ് ഒന്നും ഇല്ലല്ലോ. ഇല്ല, അവര് ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ട്, നമ്മൾ അറിയിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് മോഹനായിട്ട് അഭിനയിക്കുന്ന കുട്ടിക്ക് എക്സാമും കൂടിയായിരുന്നു. അവന് കംപ്ലീറ്റ്ലി അവന് +2 ആ ഒരു സമയത്ത് ഫ്രീ ആയിട്ട് കിട്ടണം. അവനാണ് അതിൽ കുറച്ചുകൂടെ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരുപാട് ഡിപെൻഡൻസീസ് ഉണ്ടല്ലോ, ഇത്രയും അധികം ദേവേട്ടന്റെ ഡേറ്റ്, പിന്നെ ബാക്കിയുള്ള കൈലാഷിന്റെ, അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ. അപ്പൊ അവരുടെ എല്ലാം കണക്ട് ചെയ്ത് വന്നാലേ നമുക്ക് പറ്റുള്ളായിരുന്നു. ഒരു 3 സ്കെഡ്യൂളായിട്ടാണ് ചെയ്തത്. എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ട്? അപ്രോക്സിമേറ്റ്ലി ഒരു 50 to 60 ഉള്ളിൽ തീർന്നു. ഇപ്പോ MBA ആണ് പഠിച്ചത്, അത് കഴിഞ്ഞ് HR ആയിട്ട് ജോലി ചെയ്യായിരുന്നു. അപ്പൊ ഈ സിനിമ എന്നുള്ള സ്വപ്നം അത് അകത്തുണ്ടായിരുന്നു? സിനിമ എന്നുള്ള സ്വപ്നം ചെറുപ്പം മുതലേ ഉണ്ട്. ഇപ്പൊ ഏത് സിനിമ കാണുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു സിനിമ ഉണ്ട്, നമുക്ക് അതേപോലെ ആവണം എന്നൊക്കെ ചിന്ത എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ചെറുപ്പം മുതലേ ഉണ്ട്. പക്ഷെ ആ സമയത്തൊന്നും നമുക്ക് അതിലേക്ക് ഒരു സാഹചര്യം ഉണ്ടായില്ല. പിന്നെ നമ്മുടെ സ്വപ്നം അതായിരുന്നു. നമ്മുടെ പഠിപ്പ് കഴിഞ്ഞ് പ്രൊഫഷനിലേക്ക് മാറി. അപ്പൊ ജോലിയുടെ ഭാഗമായിട്ട് അതിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ പോയി. HR ആയിരുന്നു എന്റെ മേഖല. അപ്പൊ അത് കഴിഞ്ഞു. ഇടയ്ക്ക് എപ്പോഴും ഇത് വിട്ടുപോയോ, അല്ലെങ്കിൽ സിനിമ വിട്ടുപോയോ വെച്ചാൽ സിനിമ നമ്മൾ കാണുമ്പോൾ നമുക്ക് വീണ്ടും ഓർമ്മ വരും. ഓരോ സിനിമകൾ, ഇപ്പോൾ പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ഒക്കെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു വേഷം ഒന്ന് മുഖം കാണിച്ചാൽ മതി എന്നുള്ള തോന്നലൊക്കെ നമുക്ക് തോന്നും. അപ്പൊ അതൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ ഒരു ഘട്ടത്തിൽ ഞാൻ തിരിച്ചറിയാണ് അത് നമുക്ക് സാധിക്കില്ല. കാരണം നമുക്ക് അങ്ങനെയൊക്കെ എത്തിപ്പെടണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് പിന്നെ നമ്മുടെ ആഗ്രഹം നമ്മൾ എന്തും ദൈവത്തിനോട് പറയും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, ഒരു ദിവസം ജോലി ചെയ്യുന്ന സമയത്താണ് ഒരു കോൾ ഇങ്ങനെ വന്നത്. അങ്ങനെ ഞാൻ അപ്പോഴും പറഞ്ഞു, ഇത് നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ പോവായിരിക്കും നല്ലത്. കാരണം ഞാനിപ്പോൾ ഓൾറെഡി അതിനൊക്കെ ഡിറ്റാച്ച്ഡ് ആയിരുന്നു. അങ്ങനെ അത് നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം, പക്ഷെ അങ്ങനെ പെട്ടെന്നൊരു കാര്യം സഡൻലി വന്നപ്പോൾ നമ്മൾ ഷോക്ക്ഡായി പോയി. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ദിവസമാവും നമ്മളിപ്പോ ഒരു പ്രൊഫഷനിൽ ഇരിക്കുന്നു. ഈ പ്രൊഫഷൻ ഇപ്പൊ നമ്മളെല്ലാം ഫുൾ സെറ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു സേഫ് സോൺ ആണ്. അപ്പം പിന്നെ ഞാൻ അങ്ങനെ കുറെ ആലോചിച്ചു. ഒരുപാട് ആളുകൾ എന്നോട് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എന്നോട് ഇതിനെപ്പറ്റി പറയും. പക്ഷെ ഞാൻ ആലോചിച്ചു, എന്റെ ഉത്തരവാദിത്തങ്ങൾ അവിടെ കുറെ കാലം ഞാൻ ഉത്തരവാദിത്തങ്ങൾ പോയി. ഇനി കുറച്ച് സ്വപ്നത്തിന്റെ വെള്ളം നടന്നു.
സെറ്റിലായി. ഒന്ന് സെറ്റിലാവുന്നല്ല, എന്റെ പ്രൊഫഷനിൽ ഞാൻ സെറ്റിലായി, വളരെ സെറ്റിലായിരുന്നു, വളരെ നല്ലൊരു പ്രൊഫൈലായിരുന്നു, ഒരു കോർപ്പറേറ്റ് പ്രൊഫൈൽ ഇരിക്കുകയായിരുന്നു ഞാൻ. പിന്നെ അതിൽ നിന്ന് നമ്മൾ തിരിച്ച് വീണ്ടും ഒരു സിനിമ എന്ന സ്വപ്നം, അതിപ്പോൾ എന്തെന്നെയായാലും പോയി, ഇപ്പോൾ ഒരു അതിലിറങ്ങി എന്തിൻ്റെ ഈ സ്വപ്നത്തിനൊപ്പം നടക്കാം എന്നൊരു തീരുമാനം എടുത്തു. അപ്പോൾ പ്രൊഫഷനിൽ ഞാൻ തൽക്കാലം ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി സിനിമ നമ്മുടെ സ്വപ്നത്തിന്റെ മേലൊന്ന് മുന്നോട്ട് പോകാം എന്ന് ആഗ്രഹിച്ചു. പതുക്കെ ആ സ്വപ്നവും അതുപോലെ തന്നെ പതുക്കെ നമ്മുടെ തിരിച്ചു ഉത്തരവാദിത്തങ്ങളിലേക്ക് തിരിച്ചു ചെല്ലാം സിനിമയിലൂടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എല്ലാം ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്താലും, എന്ത് സമയം ഇൻവെസ്റ്റ് ചെയ്താലും നമ്മളെ കാണുന്ന പ്രേക്ഷകരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം വേണം. അപ്പോൾ നമ്മൾ പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്നു. ഫാമിലിയുടെ ഒരു സപ്പോർട്ട്, സിനിമയാണ് എന്റെ പാഷൻ പറഞ്ഞിട്ടുണ്ടോ എപ്പോഴേലും? അറിയാം, അച്ഛനൊക്കെ അറിയാം. കാരണം അച്ഛനൊക്കെ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അച്ഛനെ നിന്ന് കാശ് മേടിച്ചിട്ടാണ്. അന്ന് ഈ ഒറ്റപ്പാലത്താണ് സിനിമയുടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം അവിടെ പോയിട്ടൊരു ഏജന്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അയാൾക്ക് ഒരു 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ നമ്മളെ വിടും, ഷൂട്ടിൽ നടക്കുന്ന ലൊക്കേഷനിലേക്ക് വിടും. അപ്പൊ അവിടെയൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് പോലും നമ്മളെ ഒരു പരിഗണിക്കപ്പെടാത്ത അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓഡീഷൻ അല്ല, ഷൂട്ട് നടക്കുന്ന സ്ഥലത്തേക്ക്. അപ്പൊ എനിക്ക് ക്രൗഡ് ആവാനൊക്കെ ആയിരിക്കാം ചിലപ്പോ. അപ്പൊ അങ്ങനെയൊക്കെ ചെന്നിട്ട് 1-2 സിനിമയിലൊക്കെ മുഖം കാണിച്ചിട്ടൊക്കെ പോന്നിട്ടുണ്ട്. അപ്പൊ ആഗ്രഹങ്ങൾ അന്നേ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ അങ്ങനത്തെ കുറെ എക്സ്പീരിയൻസ് ലൈഫിലുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് പിന്നെ ഇനി നമുക്ക് ചിലപ്പോൾ അത് ശരിയാവില്ല എന്ന് വിചാരിച്ച് പഠനം പൂർത്തിയാക്കിയിട്ട് ജോലിയിലേക്ക് തിരിഞ്ഞത്. അല്ല, സാധാരണ എല്ലാ ഫാമിലിയിലും പറയുന്ന പോലെ ഒരു പ്രൊഫഷൻ ഉണ്ടാക്കിയിട്ട് പാഷൻ നോക്കിക്കോ എന്നുള്ള അഡ്വൈസ്. എന്റെ ഫാമിലിയിൽ എല്ലാവരും ഗവൺമെന്റ് എംപ്ലോയീസാ, എല്ലാം പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ് ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റാ. അപ്പൊ എല്ലാവർക്കും എന്റെ ചേച്ചിയൊക്കെ ഈ പറഞ്ഞ ഗവൺമെന്റ് എംപ്ലോയി ആണ്. അച്ഛൻ പോലീസിലായിരുന്നു, അച്ഛന്റെ ബ്രദറിലോ പോലീസിലായിരുന്നു, എന്റെ അച്ചാച്ചൻ പോലീസിലായിരുന്നു, എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് എക്സൈസിൽ ഇൻസ്പെക്ടറാണ്. എല്ലാവരും ഈ പോലീസ് കുടുംബമാണ്. അപ്പൊ അച്ഛനും ഞാൻ പോലീസ് ആവണമെന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എന്റെ ഫോക്കസ് ഒക്കെ മറ്റു പല കാര്യങ്ങളിലായിരുന്നു. പിന്നെ പഠനത്തിന്റെ ഭാഗമായിട്ട് MBA തുടങ്ങിയ ശേഷം പിന്നെ അത് ഫുൾ ഫോക്കസ് അതിൽ പോയി. PSC എഴുതുന്നതൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, ആ സമയത്ത് ചെയ്തില്ല. പിന്നെ അതിന്റെ ഒരു ഇൻട്രസ്റ്റ് മാറി. അപ്പൊ ഞാൻ മാത്രം ഡിഫറെന്റ് ആയിട്ട് മറ്റൊരു മേഖലയിലേക്ക് പോയി. നല്ലതല്ലേ, കാരണം നമ്മൾ ഡിഫറെന്റ് ആയിട്ട് തീർച്ചയായും നമ്മളെപ്പോഴും മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു അതിനെ ഡിഫറെന്റ് ആയിട്ട് പലതും നോക്കിക്കണ്ട് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഈ ഫീൽഡിന്റെ പ്രശ്നം നമ്മൾ സക്സസ് ആവുന്നത് വരെ നമ്മൾ ഇതൊക്കെ ഫേസ് ചെയ്യണം. തീർച്ചയായും നമ്മളൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് 100% നമ്മളെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. അതാണ് ഞാൻ ഏത് ഇപ്പൊ സിനിമയല്ല ഏത് മേഖലയാണെങ്കിലും അപ്പൊ ആ ഒരു ഫോക്കസ് എന്റെ മനസ്സിലുണ്ട്. പിന്നെ നമുക്കറിയാം നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ നോക്കി കാണുന്ന പോലെ ആവില്ല മുന്നോട്ട് പോകുമ്പോൾ, അത് ഏത് മേഖലയാണെങ്കിലും. അപ്പൊ അത് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് നമ്മൾ ഇറങ്ങിയത്. ഒരു കംഫർട്ട് സോണിൽ ഞാൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ 0യിലേക്കാണ് ഇറങ്ങിയത്. ഇപ്പൊ ഞാൻ 0യിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിന്ന് എന്തെങ്കിലും മുന്നോട്ട് പോകാൻ പറഞ്ഞ പോലെ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കുന്നതാണ്. അല്ല, ആക്ച്വലി റിയൽ സ്ട്രഗിൾ നിങ്ങളുടെയൊക്കെ ഇപ്പൊ ഇവരൊക്കെ ഓൾറെഡി കുറച്ചുകൂടെ ഒക്കെ ചെയ്ത ആളുകളാണ്. നിങ്ങളുടെ റിയൽ സ്ട്രഗിൾ ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഇത്രയും നാളെ നമുക്ക് ട്രൈ എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഹീറോ ആയി ഹീറോയിൻ ആയി, ഈ സിനിമയിലെ ഹീറോയിൻ ആണെന്നുള്ളൊരു ലേബൽ നമുക്കുണ്ട്. അത് വെച്ച് മുന്നോട്ട് പോകുമ്പോഴുള്ള ഒരു സ്ട്രഗിള് അത് ഇല്ല. അതെന്താ അറിയാം, നമ്മളെപ്പോഴും ഞാൻ ഈ കഥാപാത്രത്തിൽ കഴിഞ്ഞപ്പോൾ ഒരു ഹീറോ എന്നുള്ള രീതിയിലാണ് ഞാൻ തന്നെ നോക്കിക്കാണുന്നത്. ഞാൻ ഈ സിനിമയിൽ വന്നപ്പോഴാണ് ഇത്രയും ആർട്ടിസ്റ്റുകൾ ഇതിലുണ്ട്. ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ. വേറെ ഒന്നും പറഞ്ഞില്ല, ജസ്റ്റ് നമ്മുടെ റോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ സിനിമ ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞിരുന്നു അങ്ങനെ ഒരു ലീഡ് റോൾ ആണെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. അപ്പം ശരി, നമ്മൾ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയൊക്കെ സാധിക്കുമെന്ന് അറിയില്ല. അവര് പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. അപ്പൊ ആദ്യം എന്നെ വിളിച്ചു, ഒന്ന് ചെറിയൊരു ഓഡീഷൻ പോലെ അവര് ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടി ജസ്റ്റ് ചെയ്യിച്ചു. നീ ഓക്കെ എന്ന് പറഞ്ഞോട്. അപ്പൊ അതിനുശേഷം മുടി വളർത്താനൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വന്ന് നോക്കിയപ്പോൾ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. അപ്പം നമ്മൾ അവരൊന്ന് ലേൺ ചെയ്യണം, ഓരോ ദിവസം നമ്മൾ ലേൺ ചെയ്യല്ലേ. അപ്പോൾ ഞാൻ എന്റെ കഥാപാത്രത്തെ നോക്കി കാണുന്നു, അവരോടൊപ്പം അഭിനയിക്കുമ്പോൾ അവര് 3 years മുടി വളർത്തിയിട്ട് 3 years അല്ല, 3 years ഇതിപ്പോ കഴിഞ്ഞപ്പോ മുതൽ മുടി വളർത്താൻ തുടങ്ങി. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ലാസ്റ്റ് 6 months ആയിട്ടുള്ള മുടിയൊക്കെ വിട്ടു. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞു വന്നത് ബാക്ക് ടു ദ പോയിന്റ്, ഈ ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിലുണ്ട് സീനിയേഴ്സ് ആയിട്ട്. അപ്പൊ അവരുടെ കൂടെ അഭിനയിച്ചപ്പോൾ അവരെല്ലാവരും പ്രധാനപ്പെട്ട ഓരോ കഥാപാത്രത്തെ ചെയ്യുന്നു. അപ്പൊ നമ്മളും അതേപോലെ ഒരു കഥാപാത്രം ചെയ്തു എന്ന് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എപ്പോഴും നമ്മുടെ തുടക്കം അങ്ങനെ ആയിരിക്കണമല്ലോ. കാരണം നമ്മളെല്ലാം ലേൺ ചെയ്യും. ഇപ്പോൾ ആശ മാഡം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പൈജുകൂട്ടൻ്റെ ഒപ്പം അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് അത്രയും എൻജോയ് ചെയ്ത് അഭിനയിക്കാൻ കോമ്പോസിഷൻസ് ഞങ്ങൾ ഒരുപാടുണ്ട്. ഞങ്ങൾ കൂടുതൽ എന്റെ ഫ്രണ്ടായിട്ട് അഭിനയിക്കുന്നത്, എന്നെ എല്ലാ രീതിയിലും ശരിയാക്കി തരുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റ് അല്ല, സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ. അതെ അതെ. അപ്പോൾ ബൈജുകൂട്ട ഒരുപാട് സപ്പോർട്ട് ചെയ്തു. പക്ഷെ വേറെ കേസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്നതാണെന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല സനീഷിന്റെ. അല്ല, അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞത്. അത് പലരും പറഞ്ഞിട്ടുണ്ടല്ലേ, അങ്ങനെ
സനീഷ് ആദ്യമായിട്ടൊരു സിനിമയിൽ അതിന്റെ റീസൺ എന്താ പറയുക, ഇപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് ഒരു പുതിയ ആളാണ് നിൽക്കുന്നതെങ്കിൽ ഞാനും പുതിയ ആൾ അയാളും പുതിയ ആളാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സീനിന്റെ ഒരു സുഖം കുറയും. കാരണം വെച്ചാൽ നമ്മുടെ മുമ്പിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾ നിൽക്കുമ്പോൾ നമ്മൾ സിറ്റുവേഷൻ അത് യഥാർത്ഥ സിറ്റുവേഷൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ. അപ്പൊ അങ്ങനെ കുറെ ലേണിംഗ് നമുക്ക് കിട്ടുമല്ലോ, ഇത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ. ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ളത് വെച്ചാൽ നമുക്ക് ഏത് ക്യാരക്ടർ ആണെങ്കിലും നമ്മൾ ചെയ്യാന്നുള്ളതാണ്. നമ്മളെ ഏത് രീതിയിൽ നമ്മൾ മോൾഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് അതൊരു വലിയ ചലഞ്ചായിട്ട് തോന്നില്ല, നമുക്ക് അവസരങ്ങൾ കിട്ടണം എന്നുള്ളത് മാത്രമാണ് വലിയ ചലഞ്ച്, അത്രേ ഉള്ളൂ. ഓക്കെ. ആശിച്ചിക്ക് ഈ സീരിയലിന്റെ ഡേറ്റ് കാരണം സിനിമകൾ കുറെ മിസ്സാവുന്നുണ്ടോ? മിസ്സാവുന്നുണ്ട്, ഉണ്ട്. ഒത്തിരി സിനിമകൾ അത് മിസ്സായിട്ടുണ്ട്. പക്ഷെ എനിക്കതിൽ സങ്കടമില്ല. കാരണം നമ്മളിപ്പോൾ ഒരു സമൂഹത്തിലോട് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടല്ലോ. അപ്പം മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ അവര് വീട്ടിലെ ഒരാളാണ് എന്ന് തോന്നുന്നത് സീരിയലിൽ വന്നതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. എവിടെ പോയാലും ഏത് ദേശത്ത് പോയാലും ഒരാളെങ്കിലും നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് സീരിയലിലൂടെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 18 മൂവി ചെയ്തു, അത്രയും മൂവി ചെയ്തെങ്കിലും അത് കുറച്ച് കാണുകയല്ല, സിനിമയെക്കാളും കൂടുതൽ സീരിയലിലാണ് ആൾക്കാർ എന്നെ അറിയപ്പെട്ടത്, ഒരു ആർട്ടിസ്റ്റായിട്ട് എന്നെ അംഗീകരിച്ചിട്ടുള്ളത്. അപ്പം രണ്ടും ഒരുപോലെ തന്നെയാണ്. ഒന്ന് മറ്റേ സെക്കൻഡ് ഫാമിലി ആണെങ്കിൽ മറ്റേത് ഫസ്റ്റ് ഫാമിലി, അങ്ങനെയാണ്. അപ്പം രണ്ടും എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ്. സിനിമ കുറച്ചുകൂടി ഇഷ്ടമാണ്, കാരണം നമുക്ക് കൂടുതൽ പെർഫോമൻസ് ചെയ്യാനായിട്ട് പല ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് കിട്ടുന്നത് സിനിമയിലൂടെയാണ്. സീരിയലാകുമ്പോൾ ചിലപ്പോൾ ഒരേ പാറ്റേൺ ആയിരിക്കും, എപ്പോഴും അമ്മായിമ്മ ആ ഒരു പാറ്റേൺ അങ്ങനെ ആയിരിക്കും. ഡിഫറെന്റ് ആയിട്ടുള്ള നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, പക്ഷെ ഞാൻ അതിലും സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ. അല്ല, ഇത് സിനിമ ബാക്ക് ടു ബാക്ക് മിസ്സാവുന്ന സമയത്ത് ഒരു ബ്രേക്ക്, സീരിയലിൽ ഒരു ബ്രേക്ക് എടുക്കാന്നുള്ള ഒരു തോട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മളെ ഏറ്റവും അടുത്തുള്ള ഇപ്പൊ സീരിയലിലെ ഡയറക്ടേഴ്സ് ഒക്കെ നമുക്ക് ഏറ്റവും അടുത്ത ആൾക്കാരാണ്. അപ്പൊ അവര് വിളിച്ചിട്ട് പറയാം ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ആലോചിക്കും, ഇവരാണല്ലോ എനിക്ക് ഫസ്റ്റ് ചാൻസ് തന്നത്. അപ്പൊ നോ പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വീണ്ടും കമ്മിറ്റ് ചെയ്യും. അപ്പൊ വീണ്ടും ഇവിടെ മിസ്സാവും. അങ്ങനെ കുറെ ആയിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഓക്കെയാണ്, ഹാപ്പിയാണ്. കുറെ സാരി കോസ്റ്റ്യൂംസും ഈ ആക്സസറീസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അത് സീരിയലില് എന്ന് വെച്ചാൽ അങ്ങനെയാണല്ലോ. അപ്പൊ അതാ പറഞ്ഞ ഇപ്പൊ സിനിമയും സീരിയലും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. സിനിമ നമുക്ക് ഒന്നും കൊണ്ടുപോകണ്ട, കോസ്റ്റ്യൂംസ് എല്ലാം കൈകട്ടി പോയാൽ മതി. സീരിയലാവുമ്പോ നമുക്ക് എല്ലാം കഥാപാത്രത്തിനനുസരിച്ചുള്ള കോസ്റ്റ്യൂംസ്, ഓർണമെന്റ്സ് ഒക്കെ നമ്മൾ തന്നെ എടുക്കേണ്ടി വരും. അപ്പൊ അത് കാരണം ഒത്തിരി എക്സ്പെൻസ് കൂടുതൽ ആവും. നമുക്ക് ഒരു സ്കെഡ്യൂളിന് പോവാണെങ്കിൽ എത്ര സാരി കൊണ്ടുപോകേണ്ടി വരും? ഒരു 10-15 സാരിയോളം. റിപ്പീറ്റ് ചെയ്യാൻ പറ്റൂലല്ലോ, കുറെ നാൾ കഴിഞ്ഞാൽ ആ സീനിൽ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, വേറെ ചാനലില് വേറെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും, സെയിം അതിൽ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ വീട്ടില് സാരി കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഞാനിപ്പോ വാങ്ങിക്കൽ കുറെ അല്ല, പിന്നെ ഇപ്പൊ ഞാൻ നിർത്തിയതാ. ഇപ്പൊ നിർത്തിയിട്ട് ഞാൻ എന്റെ പിന്നെ റിലേറ്റീവ്സിന്റെ അല്ലെങ്കിൽ ചേച്ചിയുടെ ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഷെഡ്യൂൾ കഴിയുമ്പോൾ വീട്ടില് ബോർഡ് വെക്കും, കട കാലിയാക്കൽ. എന്നിട്ട് ആ പൈസക്ക് പുതിയത് മേടിക്കും, അടുത്ത ഷെഡ്യൂളിൽ അടുത്ത ബോർഡ് വരും. അല്ല, അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു അത് നല്ലൊരു ബിസിനസ് തന്ത്രമാണ്. ബിസിനസ് പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? ബിസിനസ് ഓൾറെഡി എനിക്കൊരു ബിസിനസ് ഉണ്ട്. ഞാൻ സ്നാക്സിന്റെയും അച്ചാറിന്റെ ഒക്കെ ബിസിനസ് ഉണ്ട്, സൈഡിലൂടെ അതങ്ങ് പോകുന്നു. അത് ഇതിന് എല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്ന സമയമുണ്ടോ? അമ്മ സപ്പോർട്ടാണ്, പിന്നെ എന്റെ കസിൻസ് ഒക്കെ സപ്പോർട്ടാണ്, അവരെല്ലാരും സപ്പോർട്ടീവാണ് നല്ലത്. ഓക്കെ. അങ്ങനെ നിങ്ങളുടെ ഒരു റൊമാൻസ് ആ സീനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, ആ കോംബോ? റൊമാൻസ് എന്ന് പറഞ്ഞാലേ ഏറ്റവും ബുദ്ധിമുട്ട് റൊമാൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാനിപ്പോ അഭിനയിച്ച ഈ ഇമോഷൻസിലൊക്കെ നോക്കുമ്പോ അപ്പൊ ഇതില് അത് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ബദർ ഇപ്പൊ നമുക്ക് പരിചയമുണ്ട്, നമുക്ക് അറിയാം. പക്ഷെ അന്ന് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഒരാളെ കാണുമ്പോൾ പെട്ടെന്ന് ഈ ക്രൗഡിന്റെ ഇടയിൽ നമ്മൾ അയാളോട് റൊമാൻസ് വരണം എന്നൊക്കെ പറയുമ്പോൾ അതും ആദ്യമായിട്ട് അപ്പൊ അല്ല, ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോഴേ അപ്പൊ നമ്മളും ക്രൗഡ്, എനിക്ക് അങ്ങനെ ക്രൗഡ് ഫിയർ ഒന്നും ഇല്ല. പക്ഷെ നമ്മളൊരു അഭിനേതാവായി മാറി റൊമാൻസ് എന്നൊക്കെ പറയുമ്പോ ബാക്കി നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയാ. ഈ റൊമാൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ സനീഷിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ടിംഗ് ടെബിൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇറങ്ങി കഴിഞ്ഞാൽ പുള്ളി ഓക്കെയാണ്, പിന്നെ കഥാപാത്രമാണ്. അത് പല സമയത്തും എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില സമയത്ത് ഞാൻ ഉന്തി കൊടുക്കണം. ജോലിയും സിനിമയും കൂടി ഒരുമിച്ചാണ് ചെയ്തത്. അപ്പൊ അന്ന് ഞാനിപ്പോ ജസ്റ്റ് ബ്രേക്ക് തുടങ്ങിയത് അപ്രോക്സിമേറ്റ്ലി ഒരു 5 months ആയിട്ടുള്ളൂ. അപ്പൊ ഇന്ന് ചിലപ്പോ സ്കെഡ്യൂൾ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഓഫീസ് പോകും.
അപ്പൊ അത് കഴിഞ്ഞാൽ ഷൂട്ട് ഇല്ലാത്ത ദിവസം ഓഫീസിൽ പോകും ഓഫീസിൽ അതിന്റെ പോകും. ഇടയ്ക്ക് അത് ക്യാപ്റ്റൻ കഴിഞ്ഞ് വരും. അവിടെ പോയി HR വീണ്ടും ഇവിടെ പോയി വന്ന് ഭദ്രനാവണം. അപ്പൊ അങ്ങനത്തെ കുറെ ഒരു വേരിയേഷൻസ് എനിക്ക്. ഭദ്രൻ എന്നാണോ ക്യാരക്ടർ? ഭദ്രൻ എന്നാണ് ക്യാരക്ടറിന്റെ. ഇതിൽ ഭദ്ര എന്ന് ഒറിജിനൽ നെയിം. പിന്നെ മാറ്റി ഭാനു എന്നാണ് ക്യാരക്ടർ നെയിം വരുന്നത്. അപ്പൊ അങ്ങനെ കുറച്ചൊരു ഇതുണ്ടായിരുന്നു. കാരണം നമ്മൾ എല്ലാം അവിടത്തെ ക്ലോസ് ചെയ്ത് ഡെഡ് ലൈൻസ് എല്ലാം മീറ്റ് ചെയ്തതിനു ശേഷം പിന്നെ നെക്സ്റ്റ് ഡേ ഇവിടെ വന്ന് ജോയിൻ ചെയ്യും. അപ്പൊ അങ്ങനെ കുറച്ച് ചലഞ്ചസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് മാക്സിമം പരമാവധി നമുക്കൊരു കാര്യത്തിൽ ചില സമയത്ത് അവിടെ നമ്മുടെ ലൊക്കേഷനിൽ തന്നെ ലാപ്ടോപ്പ് കൊണ്ട് വെച്ചിട്ട് അവിടെ ഞാനത് പറയാൻ പറ്റുന്നത് ഷൂട്ട് ഓടിപ്പോയി കഴിഞ്ഞ് നൈറ്റ് ആണെങ്കിലും വന്ന് അത് റൂമിലാണെങ്കിലും അവിടുത്തെ കാര്യങ്ങള് അത് സമ്മതിച്ചു കൊടുക്കണം. ഡെഡിക്കേഷൻ ആ ഒരു നമ്മള് ജോലി ആകുമ്പോൾ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളൊരു പ്രത്യേകിച്ച് ഒരു കോർപ്പറേറ്റ് പ്രൊഫൈലിലേക്ക് ഇരിക്കുമ്പോൾ അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകണമല്ലോ അല്ലെ, അത്ര നാള് നമ്മള് ഒരാൾ ഉണ്ടാക്കിയെടുത്ത. ഡിപ്പെൻഡൻസീസ് വരാൻ പാടില്ലേ മറ്റൊരു ആളുകൾക്ക്. അപ്പൊ അതൊരു ശരിക്കും ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ കഥാപാത്രമാകുമ്പോൾ വേറെ ഒന്നിനെ കുറിച്ചും നമുക്ക് ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല. കഥാപാത്രമായിട്ട് തന്നെ ജീവിക്കേണ്ടി വരും. പിന്നെ പുറത്ത് വരുമ്പോഴായിരിക്കും നമ്മുടെ ബാക്കിയുള്ള ടെൻഷൻസ് ഒത്തിരി അനുഭവിച്ചൊരു സനീഷ് ഒത്തിരി സഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും ഒരിക്കലും പരാതിയായിട്ടൊന്നും ഇല്ല. അത് പറയാതെ ഇവരെല്ലാവരും നല്ല നമ്മളെ രീതിയിൽ